ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 7 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററെത്തുന്നത്. ദുൽഖർ സൽമാൻ നായകനെ സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയെ കാന്ത നാളെ തിയേറ്ററെത്തുകയാണ്. തെലുങ്കിലും തമിഴിലും മാത്രമാണ് നാളെ ഈ സിനിമ തിയേറ്ററെത്തുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഇന്നലെ ചെന്നൈയിൽ നടന്നിരുന്നു. പോസിറ്റീവ് അഭിപ്രായമായിരുന്നു ഇന്നലെ ഈ സിനിമ നേടിയെടുത്തത്. നിലവിൽ ഇതേ സമയം ഈ സിനിമയുടെ പ്രീമിയർ ഷോ വിവിധ ഭാഗങ്ങളിലായി, അതായത് ഹൈദരാബാദ് ഉൾപ്പെടെ തെലുങ്ക് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ കേരളത്തിലെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9:30-നാണ്. റാണ ദഗപതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിവരാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഡാനി സാഞ്ചസ് ലോപ്പസും എഡിറ്റിംഗ് ചുമതല നിർവഹിച്ചിരിക്കുന്നത് ലെവലിൻ ആന്റണി ഗോൺസാൽവട്സുമാണ്. ജാനു ചന്ദ്രന്റെ വരികൾക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയിയുമാണ്. അതിഭീകര കാമുകൻ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററെത്തുകയാണ്. നിതിൻ സി, ഗൗതം തനിയിൽ എന്നിവരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ലുക്മാൻ അവറാൻ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ വിജയൻ, മനോഹരി ജോയി, കാർത്തിക് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സുജായി മോഹൻരാജ് തിരക്കഥ എഴുതിയ സിനിമയ്ക്ക് ബിപിൻ അശോകാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ശ്രീറാം ചന്ദ്രശേഖരൻ സിനിമാറ്റോഗ്രാഫിയും അജീഷ് ആനന്ദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അജയ് ഷാജി സംവിധാനം ചെയ്യുന്ന മലയാളം ക്രൈം ത്രില്ലർ സിനിമയായ ആമോസ് അലക്സാണ്ടർ നാളെ തിയേറ്ററെത്തുന്നു. പ്രശാന്ത് വിശ്വനാഥ്, അജയ് ഷാജി എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ അജു വർഗീസ്, ജാഫർ ഇടുക്കി, കലാഭവൻ ഷാജോൻ, ഡയാന ഹമീദ്, താര ജോസഫ് എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം പ്രമോദ് പിള്ളയും എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്തുമാണ്. മിനി ബോയി സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. അനീഷ് ഉറുമ്പിൽ തിരക്കഥ സംവിധാനം ചെയ്യുന്ന പേജ് എന്ന മലയാള സിനിമ നാളെ തിയേറ്ററെത്തുകയാണ്. പിബിൻ ജോർജ്, അനുശ്രീ, അരുൺ അശോക് എന്നിവരാണ് പ്രധാന താരങ്ങൾ. സാജൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന നിധിയും ഭൂതവും എന്ന സിനിമയാണ് നാളത്തെ 4ാമത്തെ റിലീസ്. അനീഷ് ജി മേനോൻ, അശ്വന്ത് ലാല്, മുഹമ്മദ് റാഫി, നൈറ നിഹാർ, വിഷ്ണു ഗോവിന്ദൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ജയപ്രകാശ് പല്ലാകുടി തിരക്കഥ എഴുതിയ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കനകരാജ് പല്ലേരിയാണ്. അജീഷ് ആനന്ദ് എഡിറ്റിംഗ് ജോലികൾ നിർവഹിക്കുന്നു. ജെയ്സൺ നായർ, വിഷ്ണു എസ് ശേഖർ എന്നിവരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അമീർ ബഷീർ സംവിധാനം ചെയ്യുന്ന ഒരു വയനാടൻ കഥ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. അമീർ ബഷീർ, സ്നേഹ ഉണ്ണികൃഷ്ണൻ, അന്തരിച്ച മാമു കോയ, കിരൺ രാജ്, കലാഭവൻ ഹനീഫ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. നാളെ നവംബർ 14 വെള്ളിയാഴ്ച 2 ഹിന്ദി സിനിമകളും തിയേറ്ററെത്തുന്നുണ്ട്. അൻഷുൽ ശർമ്മ സംവിധാനം ചെയ്യുന്ന ദേ ദേ പ്യാർ ദേ 2 എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അജയ് ദേവഗൻ, മാധവൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. നിതിൻ വൈദ്യ തിരക്കഥ സംവിധാനം ചെയ്യുന്ന കാൽ ത്രികോരി എന്ന ബോളിവുഡ് സിനിമയാണ് നാളത്തെ 2ാമത്തെ റിലീസ്. അർബാസ് ഖാൻ, മഹേഷ് മഞ്ചരേക്കർ, ഋതുപർണ സെൻഗുപ്ത, ആദിത്യ ശ്രീവാസ്തവ എന്നിവരാണ് പ്രധാന താരങ്ങൾ. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത DSC എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 14 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 13ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 53 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 33,40 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 13 ദിവസത്തെ കേരള കളക്ഷൻ. 14ാം ദിവസം ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 33,90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 14 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 75,50 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ നാളെ നവംബർ 14 വെള്ളിയാഴ്ച മലയാള സിനിമകൾ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററെത്തുന്നത്. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.